ടി ആചാര്യ ചേരുന്നു. ശ്രീ പി ടി ആചാരി, ഈ എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരായ ഇംപീച്ച്മെന്റ് നീക്കത്തിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അത് എത്രത്തോളം പ്രാക്ടിക്കലാകും ശ്രീ പി ടി ആചാരി? പ്രൊസീജിയറെ സംബന്ധിച്ചിടത്തോളം ഇത് ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതേ ഗ്രൗണ്ട്സിലാണ് ഇംപീച്ച്മെന്റ് CEC-ക്ക് എതിരായിട്ടുള്ളതും. അതായത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്ന് പറയും. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, പിന്നെ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻകപ്പാസിറ്റിയെ കുറിച്ചാണ്. ശാരീരികമായി എന്തെങ്കിലും ദൗർബല്യം, പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. മറ്റേത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതിൽ പലതും വരാം. കറപ്ഷൻ വരാം, പിന്നെ മിസ്യൂസ് ഓഫ് ഓഫീസ്, അതായത് അവനവന്റെ ഈ ഇരിക്കുന്ന സ്ഥാനം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വരാം. പിന്നെ ബ്രിങ്ങിങ് ഡിസ്റെപ്യൂട്ട് ടു ദി ഓഫീസ്, ഒരു 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 ഇരിക്കുന്ന ആ സ്ഥാനത്തിന് ഉതകുന്ന രീതി പ്രവർത്തിക്കാതിരിക്കുക, അപ്പൊ അതിലൂടെ ആ സ്ഥാനത്തിന് കോട്ടം ഉണ്ടാവുക എന്നൊക്കെയുള്ള അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന സംഗതികളാണ് അതൊക്കെ. അതൊരു കാര്യം. രണ്ടാമത്തെ, പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/2 ഭൂരിപക്ഷം വേണം. അത് ഉണ്ടാവില്ല. തന്നെയല്ല, ആദ്യത്തെ സ്റ്റേജ് തന്നെ പ്രശ്നം ഉണ്ടാകും. കാരണം സ്പീക്കർ അത് അഡ്മിറ്റ് ചെയ്യണം. സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാൻ രാജ്യസഭയിലോ എവിടെയാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അവർ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ചെയ്തില്ലെങ്കിൽ ഇത് പോവുകയുള്ളൂ, മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. അല്ല ശ്രീ പി ടി ആചാര്യ, ഇവിടെ നമ്മുടെ ഇപ്പോൾ അതിൽ ഉറപ്പായും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാർജിനുണ്ട്. രാഷ്ട്രീയ മാർജിനപ്പുറം ഈ പറയുന്ന രീതിയിൽ ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ട്, പല അച്ഛന്മാരുടെയും പേര് ABCDEFGH, അങ്ങനെയുള്ള തെളിവടക്കം, സ്പെസിമെൻ അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വാർത്താ സമ്മേളനം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി EC-യിലേക്ക് നോക്കുകയായിരുന്നു. അതിലേതെങ്കിലും ഉത്തരവുണ്ടായതായി തോന്നുന്നില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷം ഒരു നീക്കം എന്നുള്ള നിലയ്ക്ക് കൂടി അതിനെ കാണുന്നുണ്ടാവണം ശ്രീ പി ടി ആചാര്യ, അല്ലേ? തീർച്ചയായിട്ടും അത് അവരുടെ ഒരു അധികാര അവകാശമാണല്ലോ. അല്ല, പ്രതിപക്ഷത്തിന് റൈറ്റ് ആണല്ലോ അത് മൂവ് ചെയ്യാന്നുള്ളത്. ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പൊളിറ്റിക്കലി അവര് ഇപ്പൊ ഇന്നലെ CEC-യുടെ പ്രസ് കോൺഫറൻസ് അതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ളതാണ്. ആ റിയാക്ഷനായിട്ട് അവർക്ക് അത് പ്രതികരിക്കാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. അവർക്കതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ അത് അവകാശം അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ഡിജിറ്റൽ റീഡബിൾ ഡേറ്റ പുറത്തുവിടുന്നത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കും, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണോ പറയുന്നത് എന്നൊക്കെ മറുപടികൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഉചിതമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ പി ടി ആചാരി? തീരെ ഇല്ല. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്ന സംഗതികളാണ്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഈ ഓരോ എക്സ്ക്യൂസസ് ആണ് ഇതല്ലാതെ. അതത് കൊടുക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് എന്നുള്ളത് കഴിഞ്ഞു വേറെ അതിന് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പി ടി ആചാര്യ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പദവിക്ക് വലിയ മഹത്വമുണ്ട്. അത് എന്താണ് സുമാർ സെന്നിൽ തുടങ്ങി ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആദ്യ ഇലക്ഷനിൽ ഏത് രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറി, അവരുടെ കഠിനാധ്വാനം എങ്ങനെയായിരുന്നു, പിന്നീട് TN ശേഷൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിക്കുകയായിരുന്നു. വലിയ തലപ്പൊക്കമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിങ്ങനെ സംശയനിഴലിൽ നിൽക്കുന്നത് ഒരു രാജ്യത്തിന് എത്രത്തോളം ഗുണകരമാകും ശ്രീ പി ടി ആചാര്യ? അതായത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന് ഒരിക്കലും ഗുണകരമാവില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന വിഷ്വലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇൻഡിപെൻഡന്റ് ആയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് എപ്പോഴും അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്നാണ്. അതായത് ഭരണകൂടത്തിൽ നിന്ന് മാറി നിൽക്കണം. എങ്കിലേ ഇലക്ഷൻ നടത്തുകയാണ്. ഇലക്ഷൻ നടത്താനുള്ള ചുമതല ഉള്ള ഒരു ബോഡിയാണ്. അപ്പൊ അതിന്റെ ചുമതല, ആ ഒരു ചുമതലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇൻഡിപെൻഡൻസിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്, അങ്ങനെയാണ് അത് വിഭാവന ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ വന്നുകൂടിയിരിക്കുന്ന ആളുകൾ ആ രീതിയിൽ ഒന്നും പ്രവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാതായിട്ട് മാറും. താങ്ക് യു. പി ടി ആചാര്യ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ വസ്തുത. രാഷ്ട്രീയത്തിനപ്പുറം എന്താണ് ഒരു സ്വതന്ത്ര സംവിധാനമായി നിൽക്കേണ്ട ഒരു സംവിധാനം,
അത് സംശയത്തിന് നിഴലിൽ നിൽക്കുമ്പോൾ സംശയത്തിന് നിഴലിൽ നിന്ന് മാറി നിൽക്കാൻ പോലും കഴിയാത്തവണ്ണം ദുർബലമാവുന്നത് സങ്കടകരമാണ്. ഇന്നലെ പരഞ്ജോയ് ഗുഹ തക്കുർത്ത എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ മഴക്കാലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന നാട്ടിൽ ഈ സമയത്ത് SIR നടപ്പാക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? 2, ഡിലീറ്റ് ചെയ്ത 65 ലക്ഷം വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാൻ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു? നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. 3, മഹാരാഷ്ട്രയിൽ പുതിയതായി ചേർക്കപ്പെട്ട 40 ലക്ഷം ആദ്യ വോട്ടർമാരിൽ 18 വയസ്സുകാർ കുറവും പ്രായമുള്ളവർ കൂടുതലും എന്തുകൊണ്ടാണ്? ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയരുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല.